നമ്മുടെ റിസർച്ച് ഓഫീസറിന്റെ ഇക്കണോമിക്സിലെ ആദ്യത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യം സിലബസിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എല്ലാവരും സിലബസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പാർട്ട് 2 ഇക്കണോമിക്സിന് മാക്സിമം 30 മാർക്സിനാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ യൂണിറ്റ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഒരു സിലബസ് കാണുമ്പോൾ തോന്നും ഓക്കെ ഒരു 1 2 4 5 സെന്റൻസുകൾക്കുള്ളിൽ നിർത്തിയിരിക്കുകയാണ്, 5 പോർഷൻസ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇതിനുള്ളിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് 30 മാർക്കിന് എന്ന് പറയുമ്പോൾ വെറുതെ ഇത്ര മാത്രമായിരിക്കില്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റില് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്ലാനിംഗ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, പഞ്ചായത്ത് രാജ്, ഫിനാൻസ് കമ്മീഷൻസ് ആൻഡ് ഫിസ്ക്കൽ ഡെവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പോർഷൻ വരുന്നത്. അതിനുശേഷം ബഡ്ജറ്റ് അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ, നെക്സ്റ്റ് നാഷണൽ ഇൻകം അതിന്റെ റിലേറ്റഡ് കൺസെപ്റ്റ്സ്, ട്രെൻഡ്സ്, പാറ്റേൺ ഓഫ് നാഷണൽ ഇൻകം, അതിന്റെ ഗ്രോത്ത് മെത്തേഡ്സ്, കാൽക്കുലേഷൻ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, നമ്മുടെ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയും അതിന്റെ കോൺട്രിബ്യൂഷൻസും GDP യിൽ എത്രത്തോളം ഉണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിൽ ആ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് വരുന്നത് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾട്ടർനേറ്റീവ്സ് ടു പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനുമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡെമോഗ്രഫിക്കൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്നത്, അതുപോലെ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പോവർട്ടി അലിവേഷൻ മെഷേഴ്സ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ, കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ലേബർ വെൽഫെയർ മെഷേഴ്സ്, ലേബർ മാർക്കറ്റ് റിഫോംസ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസ് കിടക്കുന്നത്. അപ്പോ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ 30 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയും തന്നെ ഉള്ളൂ. അതുപോലെ എന്താണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് വേണ്ടത് അതിന്റെ ഒരു ബേസ് ആണ്. അപ്പൊ ക്ലാസ്സുകളിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു തന്നെ പോവുക. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫസ്റ്റിലെ പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് അറിയാം, പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും PSC യുടെ ഏത് പരീക്ഷകളിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ പ്ലാനിങ്, 5 ഇയർ പ്ലാൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇങ്ങനെയാണ്, പ്ലാനിങ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അതിലാണ് പിന്നീട് പഞ്ചായത്ത് രാജ് ഒക്കെ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഈ പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്ലാനിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതില് മീനിങ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ് അഥവാ സാമ്പത്തിക ആസൂത്രണത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർഷമാണ് അല്ലെ. Till August 15, 1947, India was drained economically by the Britishers and they also exploited the resources for their benefit. എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ നാള് വരെയും എന്ത് ചെയ്യുകയാണ് ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാര് നമ്മളെ വളരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും നമ്മുടെ റിസോഴ്സസ് എല്ലാം അവരുടെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. When the Britishers left in India in 1947, there were several problems such as poverty, inflation, food shortages and lack of health care in the country. നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്. ഒന്നാമത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അത്രയും നാൾ വരെയും ബ്രിട്ടീഷേഴ്സ് നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു അല്ലെ, ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നത്. അതിനൊരു തിയറി ഉണ്ട്, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ.
ആ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയിൽ അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ഇത് PPT-യിലുള്ളതല്ല, ഞാൻ ഇടയ്ക്ക് പറയുന്ന അഡീഷണൽ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തും കൂടി വെക്കുക കേട്ടോ. ഡ്രെയിൻ ഓഫ് വെൽത്ത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ദാദാബായ് നവറോജിയുടേതാണ്. അപ്പൊ അദ്ദേഹം ഇതിൽ പറഞ്ഞതും നമ്മളെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഈ എക്സ്പ്ലോയിറ്റേഷൻ കൂടെ തന്നെ ഒരു നമുക്ക് എന്താണ് പ്ലസ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കും ആ പ്രോബ്ലംസ്? ഒന്ന് പോവർട്ടി, ദാരിദ്ര്യം, ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമുക്ക് പ്രൈസ് വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. ഫുഡ് ഷോർട്ടേജസ്, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ആയിരുന്നു നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ പോലും നമ്മുടെ ലീഡേഴ്സ് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, നമുക്ക് എക്കണോമിക് പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇഷ്യൂസിനെയൊക്കെ മറികടക്കാന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്താ വേണ്ടത്? ആദ്യം ഒരു പ്ലാനിങ് വേണം അല്ലെ. അതായത് ഒരു ആസൂത്രണം വേണം. നിങ്ങൾ നാളെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ടൂർ പോവാണ്. രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് ടൂർ പോകാൻ പറ്റുമോ? പോവാൻ പറ്റും, പക്ഷെ അതിൽ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അതേസമയം നമ്മൾ 2 ദിവസം മുന്നേ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇഷ്യൂസിനെയൊക്കെ മറികടക്കാനായിട്ട് എന്ത് വേണം? ഇക്കണോമിക് പ്ലാനിങ് വേണം എന്ന് നമ്മുടെ ലീഡേഴ്സിന് അറിയായിരുന്നു. ദ മെയിൻ അജണ്ട ഫോർ ഡിസ്കഷൻ ഇൻ ദി കറാച്ചി കോൺഫറൻസ് ഓഫ് the INC was determining measures to overcome British exploitation and stunted development. ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. വർഷം നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് കറാച്ചി കോൺഫറൻസ് 1931 കറാച്ചി കോൺഫറൻസ്, ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ മുന്നേ ആണ് അല്ലെ. ഈ ഒരു INC-യുടെ കറാച്ചി സെഷനിൽ വെച്ച് തന്നെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെ മറികടക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസിന് മുന്നേ തന്നെ ഒരുപാട് പ്ലാനുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ പ്ലാനുകൾ പലവട്ടം ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൂടി പ്രീവിയസ് ഇയർ കൂടി ഡിസ്കസ് ചെയ്യും. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഈ പ്ലാനുകളാണ് എന്ത് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്നത് മാതിരി നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഇട്ട കുറച്ച് പ്ലാനുകളാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ് വാസ് നോട്ട് കംപ്ലീറ്റ്ലി ന്യൂ ഇൻ ഇന്ത്യ. ഇൻ 1934 സർ വിശ്വേശ്വരയ്യ പബ്ലിഷ്ഡ് എ ബുക്ക് എൻടൈറ്റിൽഡ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? വിശ്വേശ്വരയ്യയുടേതാണ്. 1934 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. He was the first person in the country to advocate economic planning for India. അത് എന്താണ്, ആദ്യമായിട്ട് ഒരു ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 2 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പറഞ്ഞത്. കറാച്ചി കോൺഫറൻസ് 1931, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കൊരു ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ഓവർകം ചെയ്യുന്ന നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് വേണം എന്ന് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അതിനെ മെയിൻ അജണ്ട ആക്കിയ കോൺഫറൻസ് ആയിരുന്നു കറാച്ചി കോൺഫറൻസ്. കറാച്ചി കോൺഫറൻസ് ഓർത്ത് വയ്ക്കുക, 1931. അതുപോലെ നമുക്ക് എന്താണ്, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ഏത് വർഷം? 1934. ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. 31 കറാച്ചി കോൺഫറൻസ്, 34 അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന്, ഇന്ത്യൻ ആസൂത്രണത്തിന് പിതാവ് എന്നറിയപ്പെടുന്നതും ആരെയാണ്? നമ്മുടെ വിശ്വേശ്വരയ്യയാണ്. അതും ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഇക്കണോമിക് പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആവുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്നെന്താ, പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അത് എവിടെയാണെങ്കിലും പ്ലാനിങ് വേണ്ട. ഇപ്പൊ രാവിലെ നമ്മള് വീട്ടിലെ ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കൂടെ നമുക്ക് കറികളും ഉണ്ടാക്കണം.
അപ്പൊ അത് എന്താണ് കറി വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള റിസോഴ്സസ്, ഇപ്പൊ പച്ചക്കറികളാണ് നമ്മുടെ വീട്ടിലെ റിസോഴ്സസ്, ഇത് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൂടെ? ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര പേർക്കുള്ളതാണെന്ന് അറിയില്ല, എങ്ങനെ വെക്കണം എന്നറിയില്ല, ആകെ കൊള്ളാവും. ഇത് തന്നെയാണ് എന്താ ഒരു ഹോൾ എക്കോണമി വരുമ്പോഴും വരുന്നത് അല്ലെ. നമുക്ക് ഉള്ള റിസോഴ്സസ് വളരെ കുറവാണ്. എക്കണോമിക്സിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വോൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ സ്കേഴ്സ് അല്ലെ. അങ്ങനെയുള്ള റിസോഴ്സസിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഇക്കണോമിക് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ മാർക്കറ്റിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിനെ അഡ്രസ് ചെയ്യുക. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അലിവേഷൻ, ദാരിദ്ര്യവും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയൊക്കെ തുടച്ചേക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുക. വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക അല്ലെ, ആൾക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ആൻഡ് ബാലൻസ്ഡ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രോത്ത്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു ഇതായിട്ട് നിൽക്കുക അല്ലെ, സന്തുലിതാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ബാലൻസ്ഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിൽ നമുക്ക് പറയേണ്ടത്. ഇതൊക്കെ നടന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനിയുള്ള മൊഡ്യൂൾ ഭാഗങ്ങളിൽ പഠിക്കും. ഇനി എന്തായിരുന്നു ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്? ഇത് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. കാരണം നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സിൽ പെടാത്തത് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒന്ന്, ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അല്ലെ. ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്, ഡെഫിനിറ്റ് ആണ്, നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതുപോലെ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി, നമുക്കൊരു സെൻട്രൽ ലെവലിൽ ഒരു പ്ലാനിങ് അതോറിറ്റി ഉണ്ട്. ഡെമോക്രാറ്റിക് ക്യാരക്ടർ ആയിരുന്നു. ഓൺലി ആൻ അഡ്വൈസറി റോൾ ഓഫ് പ്ലാനിങ് കമ്മീഷൻ. നമ്മുടെ ആ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ഉള്ള റോൾ എന്താണ്? അഡ്വൈസറി റോളാണ്. കോംപ്രിഹെൻസീവ്നെസ് ഉണ്ട്. പ്ലാനിങ് ഫോർ കൺസംഷൻ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി, അല്ലാണ്ട് ഒരുപാട് നിങ്ങൾ അതിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഇക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കൊരു എന്താണ്, കുറച്ച് സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്തിരുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും. പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു അച്ചീവിങ് എ ഗോൾ വിത്ത് അച്ചീവബിൾ റിസോഴ്സസ് അല്ലെ. നമുക്കൊരു അതൊരു അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തോ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. എന്താണ്? നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട്. അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്ലാനിങ്ങിൽ കുറെ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ഒബ്ജക്റ്റീവ്സിനെയും അതല്ലെങ്കിൽ അതിന്റെ റിസോഴ്സസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഇൻവോൾവ് ചെയ്യും. ആ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. Economic planning in India involves the following steps. First one is listing down the problems and rearranging them based on priority. അതായത് നമുക്ക് ഇന്ത്യയിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ പ്രോബ്ലംസിനെയൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യുകയാണ് അല്ലെ, എഴുതി വെച്ചിട്ട് റീഅറേഞ്ചിങ് ദം ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. അതിൽ ഏറ്റവും പ്രയോറിറ്റി, മുൻഗണന ഉള്ളത് ഏതിനാണ്, അതനുസരിച്ച് വേണം അതിനെ ലിസ്റ്റ് ചെയ്യുക അല്ലെ. നമുക്ക് ഇപ്പൊ സാലറി കിട്ടുന്ന സമയത്ത് എന്താണ്, കുറെ കാര്യങ്ങള് ഉണ്ട് അല്ലെ. സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഈ ആവശ്യങ്ങൾ എന്താണ്, നമ്മൾ ലിസ്റ്റ് ചെയ്യും, ഏതിലാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ. നമുക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് വേണം, ഫുഡ് വേണം, ക്ലോത്തിങ് വേണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്റർടൈൻമെന്റ് വേണം. അപ്പൊ ഇതിൽ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെ ഏത് പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കും. Then the amount of resources required for achieving the target are estimated and are mobilized. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്നുള്ള ഒരു കാര്യങ്ങൾ, റിസോഴ്സസ് ആവശ്യമായിരിക്കും അല്ലെ. ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എത്രത്തോളം വേണോ അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കും, എസ്റ്റിമേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ സംഘടിപ്പിക്കും. അത് കഴിഞ്ഞാൽ എന്താണ്? when all the resources
such as human resources, financial resources, physical and material resources are arranged, the proposed plan is implemented. എന്ത് ചെയ്യും? നമുക്ക് എല്ലാ റിസോഴ്സസും കിട്ടിയ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സസ് വരും, ഫിനാൻഷ്യൽ റിസോഴ്സസ് വരും, ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലെ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കുള്ള പ്ലാൻ അങ്ങ് നടത്തും. ഇനി പ്ലാൻ നടത്തിയിട്ട് അങ്ങ് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഈ പ്ലാൻ ശരിയാണോ തെറ്റാണോ എന്ന് പീരിയോഡിക് റിവ്യൂസ് നടത്തും. അങ്ങനെ പീരിയോഡിക് റിവ്യൂസ് നടത്തിയിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ചെയ്യും. ഓക്കെ, അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ പ്ലാൻ ആൻഡ് ഇൻ ദ എക്സിക്യൂഷൻ പ്രോസസ്സ്. എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്തോടിച്ച് ആദ്യം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു, അതിനെ പ്രയോറിറ്റിയുടെ ബേസിൽ ലിസ്റ്റ് ചെയ്തു, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്തു, മൊബിലൈസ് ചെയ്തു, അങ്ങനെ കിട്ടിയ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? പ്ലാൻ ശരിയാണോ തെറ്റാണോ, നന്നായിട്ട് പോകുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പീരിയോഡിക് റിവ്യൂസ് നടത്തി. അതിനുശേഷം എന്താണ്? ആ റിവ്യൂസിന്റെ ബേസിസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നടത്തി അല്ലെ, ആ ഒരു പ്ലാൻ എക്സിക്യൂഷൻ പ്രോസസ്സിൽ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കുക, കാണാതെ പഠിക്കേണ്ട. ഈ ഒരു രീതിയിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതില് ഒന്നാമത്തേതാണ് എന്ത്? 1938 നമുക്കൊരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്നിട്ടുണ്ട്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആണ്. നമുക്ക് ഇതിന്റെ വർഷം ചോദിക്കുമ്പോൾ എല്ലാവരും കൊണ്ടുവച്ച് തെറ്റിക്കും. പെട്ടെന്ന് നമ്മൾ എന്തിലോട്ട് പോവും? പ്ലാനിംഗ് കമ്മീഷനിലോട്ട് പോവും. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷനിലോട്ടല്ല ഇപ്പം പോവേണ്ടത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ഏത് വർഷമാണ്? 1938. National Planning Committee was first initiated in India in 1938 by Congress President and Indian National Army Supreme Leader Netaji Subhash Chandra Bose. അല്ലെ, ഇതിന് ആദ്യമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഏത് വർഷം? 1938. This was followed by the formulation of the National Planning Committee consisting of 15 members. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ ഹെഡ് ആയിട്ട് വന്നത് ആരാണ്? നമ്മുടെ നെഹ്റു ആണ് വന്നത്. ആൻഡ് appointed several subcommittees to study different aspects of the national economy. നമുക്കൊരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ വലിയൊരു കമ്മിറ്റി ഉണ്ട് അല്ലെ? അത് എപ്പം വന്നു? 1938 വന്നു. അതിന്റെ മെയിൻ ഇനിഷ്യേറ്റീവ് എടുത്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ ഹെഡ് ആയിട്ട് ആര് വന്നു? ജവഹർലാൽ നെഹ്റു വന്നു. അതിന് എന്താണ്? ഈ ഒരു വലിയ കമ്മിറ്റി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത്? അല്ല, അതിൽ കുറെ സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും അറിയാലോ. And it was the first attempt on the part of the people of India to examine the fundamental economic problems and draw up a coordinated plan for the upliftment of the പീപ്പിൾ. ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ? പീപ്പിളിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഇക്കണോമിക് പ്രോബ്ലംസിനെയൊക്കെ പഠിക്കുന്നതിനെ പറ്റിയിട്ടും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ആണ് എന്ന് വിചാരിച്ചിട്ട് എന്താണ് തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ജസ്റ്റ് ആരെങ്കിലും ഒക്കെ ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫൈൻ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഓർക്കേണ്ട കാര്യങ്ങൾ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്. അത് ഏത് വർഷമാണ്? 1938 അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആള് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതിനെന്താണ്? എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ? 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ 15 മെമ്പർ കമ്മിറ്റിയിലെ ഒരു ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് ആര് വന്നു? ജവഹർലാൽ നെഹ്റു വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? കുറെ സബ് കമ്മിറ്റീസിനെയും കൂടി പല ഇപ്പൊ നാഷണൽ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തു.
ഇനി അടുത്തൊരു പ്ലാൻ ആണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ബോംബെ പ്ലാൻ 1944 വന്ന പ്ലാൻ ആണ് എന്ത്, ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 ഈ 1944 ഓർത്ത് വെച്ചോളാം. ഏത് വർഷമാണ് വന്നത്? 1944. 38 ഏതായിരുന്നു? നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആണ്. 1904 വന്ന ഒരു പ്ലാൻ ആണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതില് 8 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ബോംബെയിലെ 8 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ 8 പേര് ആരൊക്കെയാണ്? നമ്മുടെ ടാറ്റ അല്ലെ, മിസ്റ്റർ JRD ടാറ്റ, പിന്നെ ബിർല ഉണ്ട്. അടുത്ത ആരാണ്? പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാലാ ശ്രീറാം, കസ്തൂർബായി ലാൽബായ്, AD ഷറോഫ്, അർദേഷീർ ദലാൽ, ജോൺ മത്തായി. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ടാറ്റ, ബിർള. നമുക്ക് പഠിക്കാൻ എളുപ്പം അല്ലെ. പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാലാ ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷറോഫ്, അർദേഷീർ ദലാൽ, ജോൺ മത്തായി. ഇതില് ഇവിടെ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഒരാളുടെ പേര്, ബോംബെ പ്ലാനിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ആര് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരുപാട് അധികം ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ വെച്ചിട്ട് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം, അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതാര്, എന്നിട്ട് ഇപ്പൊ 3 പേരുടേത് ഒരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 4 പേരുടേത്. എന്നിട്ട് എന്താണ്? A ശരി, B ശരി എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ഈ പേരെല്ലാം അറിയണം അല്ലെ. ടാറ്റയും ബിർളയും അറിയാൻ പറ്റും. ടാറ്റയെ അറിയാം, ബിർളയെ അറിയാം. പിന്നെ ആരുണ്ട്? 2 പേരെ നമുക്ക് ഒരുമിച്ച് വെച്ച് പഠിക്കാം അല്ലെ. ആരൊക്കെയാണ്? പുരുഷോത്തം ദാസും താക്കൂർ ദാസും. അപ്പൊ എന്താണ്? പുരുഷോത്തം ദാസിനെയും താക്കൂർ ദാസിനെയും ചേർത്ത് വെച്ച് പഠിക്കുക. പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്. പിന്നെ ആരുണ്ട്? ശ്രീറാം, ലാലാ ശ്രീറാം ഉണ്ട്. കസ്തൂർബായി ലാൽബായി. ആ കസ്തൂർബായി ലാൽബായി 2 പേര് അല്ലെ. 2 ബായിമാരുണ്ട്, 2 ദാസുമാരുണ്ട്. പിന്നെ ഇടയ്ക്ക് ആരുണ്ട്? ഒരു രാമുണ്ട് അല്ലെ, ശ്രീറാമുണ്ട്. പിന്നെ ആരാ? ഷറോഫ്, അർദേഷീർ ദലാൽ, ജോൺ മത്തായി. ഇത്ര ആൾക്കാരാണ്. ഇപ്പം തന്നെ പഠിച്ചു പോവുക. ടാറ്റ, ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാലാ ശ്രീറാം, പിന്നെ ആരൊക്കെയാ? 2 ബായിമാര്, കസ്തൂർബായ് ലാൽബായ്, AD ഷറോഫ്, Ardeshir Dalal, and John Mathai. They prepared a brief memorandum outlining a plan of economic development for India. അവർ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു മെമ്മറാണ്ടം ഔട്ട്ലൈൻ ചെയ്തെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഇക്കണോമിക് പ്ലാൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്, ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഒരു ചെറിയൊരു മെമ്മോറാണ്ടം ഇവരെ ഔട്ട്ലൈൻ ചെയ്ത് എടുത്തു. ഇതിന്റെ ഏറ്റവും പ്രത്യേകത 8 ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. അങ്ങനെ ഒരു ചോദ്യം വരാം കേട്ടോ. ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ വ്യവസായികള് മുൻകൈ എടുത്ത പ്ലാൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ പ്ലാൻ. ഓർത്തു വെച്ചോളാം. ഈ ആൾക്കാരുടെ പേരും ഓർക്കുക. ഇനി ഈ ഒരു പ്ലാനിന്റെ മെയിൻ പർപ്പസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു സ്റ്റിമുലേറ്റ് ദ തിങ്കിങ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാരുടെ തിങ്കിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. To lay down the principles based on which a national plan could be formulated and executed. To lay down the principles based on which a national plan could be formulated and executed. അല്ലെ, എന്താണ് ഒരു നാഷണൽ പ്ലാൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് എന്താണ്, ഏത് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനലൈസ് ചെയ്യുന്നു. To raise the national income to such a level that after meeting the minimum requirements of every individual, left resources for the enjoyment of life and cultural activities. ഇത് പറഞ്ഞ എന്താണ്, നമുക്ക് ബേസിക് ആയിട്ട് മിനിമം റിക്വയർമെന്റ്സ് എല്ലാ ഇൻഡിവിജ്വലും മീറ്റ് ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ബാക്കി റിസോഴ്സസ് എന്തിനു വേണ്ടി, നമ്മുടെ എൻജോയ്മെന്റ് ഓഫ് ലൈഫിന്റെ എൻജോയ്മെന്റിന്, കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്യുകയും നമ്മുടെ നാഷണൽ ഇൻകം റൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. വെറുതെ എങ്ങനെ നാഷണൽ ഇൻകം റൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് പോയിട്ട് നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസും എൻജോയ്മെന്റും ഒക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ. പകരം എന്താണ്, നമുക്കുള്ള ബേസിക് നീഡ്സുകൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കി വരുന്ന റിസോഴ്സസ് ആണ് ഇതിന് യൂസ് ചെയ്യുക. Stressed the fact that for the economy of any country to grow, government intervention and regulation a key factor. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം
മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗവൺമെന്റ് ഇന്റർവെൻഷനും റെഗുലേഷനും വേണം എന്ന് ആവശ്യപ്പെട്ട പ്ലാൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ പ്ലാൻ ആണ്. ഇനിയുള്ള പ്ലാനുകളും പറയുന്നുണ്ട്. അതിന്റെ ഒരു കീ ഫാക്ടർ ആയിട്ട് അതായത് പറഞ്ഞത് ഏതൊരു എക്കോണമിയുടെയും ഏതൊരു കൺട്രിയുടെയും എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റിന്റെ ഇടപെടല് അല്ലെങ്കിൽ അവരുടെ റെഗുലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞതാണ് ഏത് പ്ലാൻ, ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. And to increase the output of the agriculture sector by 2 times and the industrial sector by 5 times within 15 years. അവർ പറഞ്ഞ എന്താണ്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ ഔട്ട്പുട്ട് അന്നുള്ളതിനേക്കാൾ, ഇപ്പോൾ ഉള്ളതെന്നല്ല പറയുന്നത്, അന്ന് അവർ പറയുമ്പോൾ അന്നുള്ളതിനേക്കാൾ 44-ലെ പ്ലാൻ 15 വർഷം കഴിയുമ്പോൾ എന്തായിട്ട് 2 മടങ്ങ് 2 ടൈംസ് ഇൻക്രീസ് ചെയ്യിക്കണം. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താക്കണം, 5 ടൈംസ് ആക്കണം. അല്ലെ, ഇവർ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ആയതുകൊണ്ട് ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാൻ കൊള്ളാവുന്നതാ. 15 വർഷം കഴിയുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ 2 ടൈംസ് ആക്കണം, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്തായിരിക്കണം 5 ടൈംസ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 44 അല്ലേ, അപ്പൊ നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്, അപ്പൊ അഗ്രികൾച്ചർ ആയിരിക്കും 4 ടൈംസ് പറഞ്ഞത്. ഇങ്ങനെ കൺഫ്യൂഷൻ വരണ്ട, ഇവർ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്, അതുകൊണ്ട് എന്താണ് 4 ടൈംസ് അല്ല 5 ടൈംസ് ഇൻക്രീസ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു പ്ലാൻ ആണ് 44-ല് ആര് വന്നു, ബോംബെ പ്ലാൻ വന്നു അല്ലെ. അടുത്ത ആരാണ്, 45-ല് പീപ്പിൾസ് പ്ലാൻ വന്നു. 45-ല് പീപ്പിൾസ് പ്ലാൻ വന്നു. 44 ആരാ, ബോംബെ. 45 പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾ എന്ന് വെച്ചാൽ ആരാ, ജനങ്ങള്. അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ മലയാളത്തിൽ പറയാ, ജനകീയ പദ്ധതി എന്നാ പറയുന്നത് അല്ലെ. പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി. ആര് പ്രിപ്പയർ ചെയ്തു, എം.എൻ. റോയി പ്രിപ്പയർ ചെയ്തു അല്ലെ. നിങ്ങൾ ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. എപ്പോ, എവിടെ, എപ്പോ നടന്നു, അതായത് വർഷം അല്ലെ, അല്ലെങ്കിൽ ഏത് മാസം ആയിക്കോട്ടെ, എപ്പോ നടന്നു, എവിടെ വെച്ച് നടന്നു, സ്ഥലം, അല്ല ആരൊക്കെ ഉണ്ടായിരുന്നു, എപ്പോ, എവിടെ, ആരൊക്കെ, എങ്ങനെ. ഈ കാര്യങ്ങൾ പലതും പഠിക്കും. ഏത് കാര്യം പഠിച്ചാലും നമ്മളോട് തന്നെ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. Prepared by the late M.N. Roy, called the People Plan. Its chief emphasis was on agriculture and consumer goods industries through collectivization and the setting up of state-owned industrialization. ഇവർ കൂടുതലും എന്തിനാണ് എംഫസിസ് കൊടുത്തത്, അഗ്രികൾച്ചറൽ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസിന് ആണ്. മാത്രമല്ല ഒരു സ്റ്റേറ്റ് ഓൺഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വരണം എന്ന് ആഗ്രഹിച്ചതും ആരായിരുന്നു, പീപ്പിൾസ് പ്ലാൻകാരാണ്. It also advocated the nationalization of land. Nationalization of land, land nationalize ചെയ്യണം എന്ന് പറഞ്ഞതും പീപ്പിൾസ് പ്ലാൻകാരാണ്. The plan was ambitious as it could not properly mobilize the resources and it was impracticable. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ, അഗ്രികൾച്ചർ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് കളക്ടിവൈസേഷൻ വേണം, ഇതിലൂടെ നടപ്പാക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വേണം, ലാൻഡിന്റെ നാഷണലൈസേഷൻ വേണം, അതുപോലെ തന്നെ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു അംബീഷ്യസ് പ്ലാൻ മാത്രമായിരുന്നു. കാര്യം ആവശ്യത്തിനുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ ഒരു പ്ലാനുകൾ ഒന്നും അത്രയും പ്രാക്ടിക്കൽ ആയിരുന്നില്ല, പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലത്ത്. അതുകൊണ്ട് ഇത് പരാജയമായിരുന്നു. 2 പ്ലാനുകൾ പഠിച്ചു. ഏതൊക്കെ പ്ലാനാ, 1944 പഠിച്ച പ്ലാൻ ഏതാ, നമ്മള് പറഞ്ഞേ. 1944 ഒരു പ്ലാനിന്റെ പേര് പഠിച്ചു. ഏത് പ്ലാനാ, ആരെങ്കിലും പറയൂ, ഏത് പ്ലാനാണ് നമ്മൾ പഠിച്ചത്? ആരും പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. 1944 ബോംബെ പ്ലാൻ. ആരോ പറഞ്ഞു, എനിക്ക് പിറ്റ് പ്രസന്റ് ചെയ്തേക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരാ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഇടാണ്ട് പറയാൻ പറഞ്ഞത് കേട്ടോ. ബോംബെ പ്ലാൻ പഠിച്ചു. പീപ്പിൾസ് പ്ലാൻ എപ്പോഴാ, 1945-ലാ. ഓക്കെ. അടുത്ത് ഗാന്ധിയൻ പ്ലാൻ അല്ലെ. ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത് S.N. Agarwal, the principal of Wardha Commercial College, authored the Gandhian plan in 1944. നമ്മുടെ എന്താണ്, ബോംബെ പ്ലാൻ 1944 ആണ്, ഗാന്ധിയൻ പ്ലാൻ 1944 ആണ്. ഒരുമിച്ച് വെച്ച് പഠിക്കാം കേട്ടോ.
ഗാന്ധിയൻ പ്ലാൻ എന്ത് ചെയ്യുന്നത് ഓർഡർ ചെയ്ത ആളാരാണ്? SN അഗർവാൾ ആണ്. അഗർവാൾ വാർധ കൊമേഴ്ഷ്യൽ കോളേജ് ഗാന്ധിജിയുടെ പദ്ധതിയായിരുന്നു അല്ലെ, വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു നയീം താലി അല്ലെങ്കിൽ വാർധ സ്കീം എന്ന് പറയുന്നത്. എന്തിന്? വൊക്കേഷണൽ എഡ്യൂക്കേഷനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്ലാൻ ആയിരുന്നു വാർധ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളേജ് ഉണ്ടായിരുന്നു, വാർധ കൊമേഴ്ഷ്യൽ കോളേജ്. അതിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന SN അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാന് ഓർഡർ ചെയ്തത് 1944. It was framed in the light of the Gandhian principles. ഗാന്ധിയൻ പ്ലാൻ എന്ന പേര് വരുമ്പോഴേ അറിയാം അതിൽ എന്തിന്റെ ബേസിസിലാണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് ഇത് ഫോം ചെയ്തത്. ഇറ്റ് എയിംഡ് ടു ഡെവലപ്പ് എ ഡീസെൻട്രലൈസ്ഡ് self-sufficient agricultural society with emphasis on the development of the cottage industries. അല്ലെ, കോട്ടേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള കുടിൽ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, ഗാന്ധി പറഞ്ഞ കാര്യം അത് തന്നെ ഇവിടെയും പ്രാധാന്യം കൊടുത്തു. മാത്രമല്ല അഗ്രികൾച്ചറിൽ സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം. സെൽഫ് സഫീഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി എല്ലാം നമ്മൾ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി, നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആ കാര്യത്തിൽ അല്ലെ. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ വേറൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് സെൽഫ് സഫീഷ്യന്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നാണ് ഗാന്ധിയൻ പ്ലാൻകാർ പറഞ്ഞത്. അത് കഴിഞ്ഞ് സർവോദയ പ്ലാൻ. സർവോദയ എല്ലാവരുടെയും ഉന്നമനം അല്ലെ. ഇത് കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണനാണ്. നമ്മൾ JP എന്ന് പറയും അല്ലെ. ജയപ്രകാശ് നാരായണൻ, JP എന്ന് ഓർത്ത് വെച്ചാൽ അത്. ഏത് വർഷം? 1950. ഇൻഫ്ലുവൻസ്ഡ് by Gandhian plan and സർവോദയ ഐഡിയ ഓഫ് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്നു ആര്? നമ്മുടെ ഈ വിനോബ ഭാവെ. ഓക്കെ, ഈ വിനോബ ഭാവെ ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു എന്ത്? സർവോദയ എന്ന് പറയുന്നത്. വിനോബ ഭാവയുടെ ഒരു ഐഡിയ ആയിരുന്നു സർവോദയ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭൂദാന പ്രസ്ഥാനം എന്ന് ഉണ്ട്. അതും ആരുടേതായിരുന്നു? നമ്മുടെ വിനോബ ഭാവയുടേതാണ്. അപ്പൊ ഇവരിട്ടൊരു ഐഡിയ ആയിരുന്നു സർവോദയ, എല്ലാവരുടെയും ഉന്നമനം. അപ്പൊ ആ ഒരു ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ് സർവോദയ പ്ലാൻ 1950. ദിസ് പ്ലാൻ എംഫസൈസ്ഡ് അഗ്രികൾച്ചറൽ ആൻഡ് സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെ. എന്തിനൊക്കെയാണ്? നേരത്തെ ഗാന്ധിയൻ പ്ലാനുമായിട്ട് ഏകദേശ സാമ്യമുണ്ട്. സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെയും അതുപോലെ അഗ്രികൾച്ചറിന്റെയും കാര്യത്തിലാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് ഫ്രീഡം ഫ്രം ഫോറിൻ ടെക്നോളജി. ഈ ഫോറിൻ ടെക്നോളജിയിലൊന്നും നമ്മൾ റിലേ ചെയ്യേണ്ട, അതിൽ നിന്നൊക്കെ ഫ്രീഡം വേണം. ആൻഡ് സ്ട്രെസ് ദ ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണവും ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഈ സർവോദയ പ്ലാൻ ആണ്. ഡീസെൻട്രലൈസ്ഡ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ്, അത് നമ്മൾ ഇനി വിശദമായിട്ട് പഠിക്കും. എന്നാലും ഒന്ന് പറഞ്ഞേ, ഡീസെൻട്രലൈസ്ഡും സെൻട്രലൈസ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരാളിൽ തന്നെ അല്ലെങ്കിൽ ഒന്നിൽ തന്നെ മാത്രം സെന്റർ പൊസിഷൻ ആയിരിക്കും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ അല്ലെങ്കിൽ അതോറിറ്റി പല ഓർഡറിലായിട്ട്. ഇപ്പൊ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സെൻട്രലിൽ നിന്ന് താഴേക്ക് ലോവർ ലെവലിലോട്ട് വരും അല്ലെ. ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല കൈകളിലായിട്ടായിരിക്കും നമ്മുടെ പോകുന്നത് ഒരു പവർ അതോറിറ്റി ഒക്കെ കൊടുത്തേക്കുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ഇപ്പൊ ഒരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവിന് മാത്രം അധികാരം. അതാ. പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പാർട്ടിസിപ്പേഷനെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 പ്ലാനുകളാണ് ഇതിനോടകം പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ബോംബെ പ്ലാൻ അല്ലെ. ബോംബെ പ്ലാൻ 1944 ബോംബെ. BNA എഴുതുന്നോളെ. അതുപോലെ 44 മറ്റൊരു പ്ലാൻ ആണ് G. ഏതാ G എന്ന് പറഞ്ഞാൽ? ഗാന്ധിയൻ പ്ലാൻ. 1945 ഒരു പ്ലാൻ പഠിച്ചു. ഏത് പ്ലാൻ? പീപ്പിൾസ് പ്ലാൻ. വെരി ഗുഡ്, പീപ്പിൾ പ്ലാൻ. അതിന് ഞാൻ P എന്ന് എഴുതിയോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1950 ഒരു പ്ലാൻ പഠിച്ചു. ഏതായിരുന്നു? സർവോദയ പ്ലാൻ. അതിന് ഞാൻ S എന്ന് എഴുതുന്നുള്ളൂ അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക. അതായത്
44 ഗാന്ധിജി ബോംബെയിൽ നിന്ന് വണ്ടി കയറി ആൾക്കാരുടെ അടുത്ത് 45 എത്തി. ഒരു വർഷം സഞ്ചരിച്ച് ആൾക്കാരുടെ അടുത്തെത്തി. ആൾക്കാരുടെ അടുത്തെത്തിയപ്പോഴത്തേക്ക് എന്താണ് അവരുടെ എല്ലാവരുടെയും ഉന്നമനമാണ് ലക്ഷ്യം വെച്ചത്. അതാണ് സർവോദയം. അങ്ങനെ പഠിച്ചു വെക്കാം. ജസ്റ്റ് ഞാൻ ഒരു കോഡ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നല്ല കോഡൊന്നും അല്ല, നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോ നമുക്ക് അടുത്ത ഏതാണ്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. 1946 വന്ന ഒരു ഇതാണ്. നമുക്കൊരു ഇന്ററിം ഗവൺമെന്റ് വന്നു 1946 ടു റിവ്യൂ ദ പ്ലാൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് അപ്പോൺ ദം അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് KC നിയോഗി, റെക്കമെൻഡഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. KC നിയോഗിയുടെ എന്താണ് ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ചെയർമാൻഷിപ്പില് ഒരു പ്ലാനിംഗ് കമ്മീഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ വന്ന ഒരു ബോഡിയാണ് എന്താ? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. 1946 വന്നത് കേട്ടോ. 1946 വന്നതാണ് എന്താ? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ആരായിരുന്നു ഇതിന്റെ ചെയർമാൻ ആയിട്ട് വന്നത്? KC നിയോഗിയാണ്. KC നിയോഗി. ഇന്ററിം ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊവിഷണൽ ഗവൺമെന്റ് ആണ് ശരിക്കും. അത് 1946 സെപ്റ്റംബർ 2 ഇത് ചെയ്യുന്നത്. ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ എലക്ട് ചെയ്ത് വന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇടക്കാല സർക്കാർ എന്നൊക്കെ ഉള്ള പേരിൽ പറയുന്നത്. ഒരു നിശ്ചിത കാലയളവ് മാത്രമേ ഇത് നീണ്ടിരിക്കത്തുള്ളൂ. പിന്നീട് ഒരു സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് വരുമ്പോൾ ഇത് പൊളിച്ചെടുക്കും അല്ലെ. അപ്പൊ നമുക്ക് അതൊന്നും നോക്കണ്ട. എന്താണ്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് വന്നത് എപ്പോഴാണ്? 1946 KC നിയോഗിയാണ് അതിന്റെ ആള്. അതിനുശേഷം നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ആ പ്ലാനിംഗ് കമ്മീഷനിൽ ഉള്ളതാണ് ഈ പറയുന്ന 5 year പ്ലാൻസ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും അതിന് മുന്നേ ഒന്ന് 5 year പ്ലാൻസിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. കാരണം 5 year പ്ലാൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫസ്റ്റ് 5 year പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1951 അതിന്റെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഈ പ്ലാൻ ഇൻസ്പയർ ആയിട്ടുള്ളത് എവിടെയാണ്? by Joseph Stalin's 5 year plan, which was adopted in the Soviet Union in the late 1920s. 1920 റഷ്യയിലല്ല, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ ഒരു പദ്ധതിയായിരുന്നു. ആ ഒരു പ്ലാനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്താണ് നമുക്കൊരു 5 year പ്ലാൻ വരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തതും മോണിറ്റർ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. പിന്നീട് ഈ പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ നീതി ആയോഗ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ അതിനൊരു കൺക്ലൂഷൻ വരൂ. നമ്മുടെ 5 year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഇക്വിറ്റി, ഫുൾ എംപ്ലോയ്മെന്റ്, ഇക്കണോമിക് സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ്. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ വളർച്ച. ഇക്കണോമിക് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതാ തുല്യത. അതുപോലെ ഫുൾ എംപ്ലോയ്മെന്റ്, ആരും അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കരുത്. അതുപോലെ സെൽഫ് റിലയൻസ് വേണം അല്ലെ. മോഡേണൈസേഷനിൽ ഊന്നിയതായിരിക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ 5 year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പൊ ഈ ഒരു 5 year പ്ലാൻസിൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. 12 5 year പ്ലാനുകൾ പഠിക്കാനുണ്ട്. പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് 1 hour കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ആ ഒരു നിങ്ങൾക്ക് ഒരു ബേസും കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാന്നുള്ളതായിരുന്നു. സിലബസും ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങളൊന്ന് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഈ ഒരു പോർഷനിൽ നിന്ന്, കാരണം നമുക്ക് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ സിലബസും പറഞ്ഞു കുറച്ച് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി പോവാം. മാം ഒരു ഡൗട്ട് ഉണ്ട് മാം. ഹലോ. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് മാം. സർവോദയ പ്ലാന്റെ ലാസ്റ്റ് പോയിന്റ് ഡീസെൻട്രലൈസ്ഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റഡ്, ആ ഒരു പോയിന്റിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒന്നുകൂടി? പറയാടാ. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രലൈസ്ഡിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളില് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുക. ഇപ്പൊ പണ്ടൊക്കെ രാജാക്കന്മാര് ഭരിച്ചിരുന്നില്ലേ? ആ രാജാവല്ലേ എല്ലാത്തിന്റെ അധികാരി, എല്ലാത്തിന്റെയും പവർ ആർക്കാ?
അദ്ദേഹത്തിന്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു ഡെമോക്രാറ്റിക് ഫോം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പവേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി പല കൈകളിലേക്ക് അല്ലെങ്കിൽ പല ലെവലിലേക്ക് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമുക്ക് തന്നെ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, പിന്നെ കൂടാണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുണ്ട് അല്ലെ. ലോക്കൽ സെൽഫിൽ തന്നെ ആരുണ്ട്, ആദ്യം ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക്, പിന്നെ ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെ നമ്മുടെ അധികാരത്തെ എന്ത് ചെയ്യുന്നത്, വിഭജിച്ചു കൊടുക്കുന്ന ഒരു ഇതിനെയാണ് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതൊരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആണ്. ക്ലിയർ ആണോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്താന്ന്? ഓക്കെ, ഇനി നമുക്ക് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലാനിങ് പഠിക്കും കേട്ടോ, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്. ആ വേർഡ് പോലെയാണ് പാർട്ടിസിപ്പേറ്ററി. ദ ഡെവലപ്മെന്റ് പ്ലാൻസ് റിഫ്ലക്ട് ദ ഐഡിയാസ്, വിഷസ് ആൻഡ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ ഐഡിയാസ്, അവരുടെ വിഷസ്, അവരുടെ ആഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും ഉള്ള ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഡീസെൻട്രലൈസേഷനിൽ എപ്പോഴും ഒരു പാർട്ടിസിപ്പേറ്ററി പ്ലാൻ കൂടി ഉണ്ടാവും. ക്ലിയർ ആണോടാ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, മറ്റാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? മറ്റാർക്കെങ്കിലും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അവിടെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. വെരി ഗുഡ്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് പറഞ്ഞോളൂ. പ്ലാനിങ് ഇൻ ഇന്ത്യ. പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്ലാനുകൾ പരിചയപ്പെട്ടു അല്ലെ. അതിന്റെ വർഷം കൂടി ഓർത്തു വയ്ക്കുക. ആദ്യം പറഞ്ഞത് ബോംബെ പ്ലാൻ 1944. അതേ ഇതിൽ തന്നെ വർഷത്തിൽ തന്നെ വന്നതാണ് ഗാന്ധിയൻ പ്ലാൻ. അതാണ് ഞാൻ പറഞ്ഞ ബോംബെയിൽ നിന്ന് ഗാന്ധി വണ്ടിയേറി. എന്നിട്ട് ആരുടെ അടുത്തേക്ക് പോയി? പീപ്പിളിന്റെ അടുത്തേക്ക് പോയി. അതാണ് പീപ്പിൾസ് പ്ലാൻ 1945. അത് ആരുടെ ആയിരുന്നു? എം.എൻ. റോയിയുടേതാണ്. പിന്നീട് എന്ത് വന്നു? സർവോദയ പ്ലാൻ വന്നു 1950. സർവോദയ പ്ലാൻ ആരുടേതാണ്? സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായണന്റേതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോംബെ പ്ലാന്റെ പർപ്പസ് പഠിച്ചു. ഈ ഓരോ പ്ലാനും എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 1946 വന്നത്. അതിലാരാണ്? KC നിയോഗിയാണ്. ഇങ്ങനെയുള്ള ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യും കേട്ടോ. നമ്മുടെ ഈ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ടും അതുപോലെ 5 ഇയർ പ്ലാൻസിനെ ഒക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു പോവുക കേട്ടോ. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ മാം, PPT അയക്കുമ്പോൾ ഉള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തൊന്ന് അയക്കാൻ പറ്റുമോ? അതിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ തന്നെ നമ്മള് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ വരച്ചു പോയില്ലേടാ. അപ്പൊ ആ ഒരു റിമൂവ് ചെയ്ത് അതുകൊണ്ടാ ചോദിച്ചത്. PPT അയക്കണ സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത് അയക്കാം. കാരണം അത് വരച്ചത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉള്ളതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. ഞാൻ അല്ലാണ്ട് തന്നെ അയക്കാടാ, മാർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് അയക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? Any doubts, any suggestions? സ്പീഡ് കുറച്ച് കുറയ്ക്കാൻ തോന്നുന്നു മാം. ഓക്കേടാ, എനിക്ക് ഞാൻ ഫസ്റ്റ് സിലബസും ഒക്കെ പറഞ്ഞിട്ട് തീരുമില്ലേ എന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് പോയതാണ്. അതെനിക്ക് തോന്നിയത്, ഞാൻ ചോദിച്ചത്. കുറച്ചൊരു ബുദ്ധിമുട്ട്. ഓക്കേടാ, കുഴപ്പമില്ല. അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു തിയറി പോർഷനും കൂടെ ആയതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്പീഡ് കൂടിയോന്ന്. എനിക്ക് തന്നെ തോന്നി കുറച്ച് സ്പീഡായിരുന്നോ എന്ന്. എന്നാലും കാര്യങ്ങൾ കിട്ടിയില്ലേ എടോ? കുഴപ്പമില്ല, കുറച്ചൊന്ന് സ്പീഡ് പോകുന്നോണ്ട് നോട്ട് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആ സ്പീഡും കൂടെ നമ്മൾ കുറയ്ക്കുന്നതാണ്. മാത്രമല്ല എക്കണോമിക്സിന്റെ കുറച്ചുകൂടെ ഡീപ്പ് കൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ കുറച്ച് ഇവിടെ നമുക്ക് എന്താണ് പതിയെ പോയാലേ പറ്റുള്ളൂ. നമുക്ക് എല്ലാം ഫെമിലിയർ പുതിയതാണല്ലോ, അതിന്റെ ഓക്കെ ഓക്കേടാ, നമുക്കൊട്ട് ഫെമിലിയർ അല്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നോട്ട്സ് വായിച്ച് നോക്കുക കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി തറവാവും നിങ്ങൾക്ക്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ആർക്കും കാര്യമായ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്താണ്, ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇനി ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.